ക്ലാസ് 9th പാസ് ഓഫ് ഇക്വേഷൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്, പാർട്ട് 4. ഇതിൽ ഓൾമോസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ പാസ് ഓഫ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സോൾവ് ചെയ്യാൻ പറ്റും. ദ പ്രൈസ് ഓഫ് 3 pencils and 4 pens is 66 rupees. And the price of 6 pencils and 3 pens is 72 rupees. What is the price of each? ഇവിടെ നമുക്ക് പെൻസിൽസ് എക്സ് ആയിട്ട് എടുക്കാം, പെൻസ് വൈ ആയിട്ട് എടുക്കാം. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ബി എക്സ് റുപ്പീസ്. ലെറ്റ് ദ പ്രൈസ് ഓഫ് എ പെൻ ബി വൈ റുപ്പീസ്. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. 3 പെൻസിൽസ് പ്ലസ് 4 പെൻസ് എത്ര രൂപയാണ്? 66 rupees. 3x plus 4y is equal to 66. ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തു. 6 pencils plus 3 pens is equal to 72 rupees. 6x plus 3y equal to 72. സെക്കൻഡ് ഇക്വേഷനും ഫോം ചെയ്തു. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സിൻ്റെ പാർട്ട് സെയിം ആക്കാം. അങ്ങനെയാണെങ്കിൽ വൈ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വൈയുടെ പാർട്ട് സെയിം ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് സെയിം ആക്കാൻ പോകുന്നത്. 3xഉം 6xഉം. നമുക്ക് 3xനെ 6xലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ രണ്ടും 6xന്ന് സെയിം ആവും. നമുക്ക് എക്സിനെ മാത്രം ഇൻറ്റു 2 ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റു 2 ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോൾ ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് കിട്ടും? 3x plus 4y is equal to 66 ഇൻറ്റു 2 ചെയ്യുമ്പോഴേക്കും 6x plus 8y ഈക്വൽ ടു 132. സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം. 6x plus 3y ഈക്വൽ ടു 72. ഇവിടെ എക്സിൻ്റെ പാർട്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x രണ്ടിടത്തും ക്യാൻസൽ ആയി പോകും. പിന്നെ y എത്രയുള്ള? 8y minus 3y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5y. 5y വിൽ ബി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 132 മൈനസ് 72 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. y വിൽ ബി ഈക്വൽ ടു 12 rupees. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. അത് ഏത് ഇക്വേഷനിലിട്ട് വേണോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസി ആയിട്ട് തോന്നുന്ന ഏതിൽ വേണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 3x plus 4y is equal to 66. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എക്സ് എന്തായിട്ട് കിട്ടും? 6 rupees. ഫൈനൽ ആൻസർ എന്താണ്? പ്രൈസ് ഓഫ് എ പെൻസിൽ ഇസ് 6 rupees. പ്രൈസ് ഓഫ് എ പെൻ ഇസ് 12 rupees. എക്സും വൈയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 3 into x that is 6 plus 4 into 12 equal to 18 plus 48 that is equal to 66. ആൻസർ കറക്റ്റ് ആണ്. രണ്ട് ഇക്വേഷൻസിലും ഇവിടെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebook is 170 rupees. What is the price of a pen and a notebook? ഇവിടെ എന്ത് ചെയ്യാം? Let the price of a pen be x rupees and the price of notebook be y rupees. 2 equations form ചെയ്യാം. 2 pens plus 3 notebooks equal to 110 rupees. 2x plus 3y is equal to 110. First equation. 2 pens plus 5 notebooks is equal to 170 rupees. 2x plus 5y equal to 170. Second equation. ഇവിടെ എക്സിൻ്റെ പാർട്ട് സെയിം ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x ക്യാൻസൽ ആയിപ്പോവും. 5y മൈനസ് 3y എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷനാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം 5y ആണ് വലുത്. മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വരും. അപ്പോൾ y എത്രയായിട്ട് കിട്ടും? y ഈക്വൽ ടു 60/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 rupees. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 2x പ്ലസ് 3y ഈക്വൽ ടു 110. വൈയുടെ വാല്യൂ 30 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x പ്ലസ് 90 ഈക്വൽ ടു 110. എക്സ് എത്രയായിട്ട് കിട്ടും? 10 rupees. So price of a pen is 10 rupees and price of a notebook is 30 rupees. ഇനി ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into 10
plus 3 into 30, that is equal to 20 plus 90, that is equal to 110. The price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. ഇവിടെയും let the price of a pen be x rupees and pencil be y rupees. Two equations form ചെയ്യാലോ. 4 pens plus 3 pencils equal to 66 rupees. 4x plus 3y equal to 66. 7 pens plus 3 pencils equal to 111 rupees. 7x plus 3y equal to 111. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം വൈയുടെ ടേം ഓൾറെഡി സെയിം ആയിട്ടുണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ y കട്ടായി പോകും. ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 7x മൈനസ് 4x 3x ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയി പോകും. സോ 3x will be equal to 111 minus 66, that is equal to 45. So x will be equal to 15 rupees. Now y കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4x plus 3y equal to 66. y എത്രയായിട്ട് കിട്ടും? y will be equal to 2 rupees. Price of a pen will be equal to 15 rupees and price of a pencil equal to 2 rupees. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്നറിയാൻ ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 4 into 15 plus 3 into 2, that is equal to 60 plus 6, that is equal to 66. So the price of a pen is 15 and the price of a pencil is 2 rupees. The perimeter of a rectangle is 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What are the length and breadth of the first rectangle? ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമുക്ക് എക്സ് ആയിട്ടും ബ്രെഡ്ത്ത് വൈ ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെരിമീറ്റർ എന്തായിരിക്കും? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു 26. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്തു. ഫോർ സെക്കൻഡ് റെക്റ്റാങ്കിൾ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 2x, twice the length, that is 2x. Breadth will be equal to 3y, thrice the breadth. So perimeter equal to 62 centimeter. That is 2 into 2x plus 3y equal to 62. So divide ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 2x plus 3y will be equal to 31. The whole equation 2 വെച്ച് ഡിവൈഡ് ചെയ്തതാണത്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 ആൻഡ് 2x പ്ലസ് 3y ഈക്വൽ ടു 31. ഇവിടെ നമുക്ക് 2x ആക്കാം അല്ലേ? രണ്ടിടത്തും സെയിം ആക്കാൻ വേണ്ടിയിട്ട് 2x ആക്കാം. 2x പ്ലസ് 2y ഈക്വൽ ടു 26. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും കിട്ടുക. ഇനി സബ്ട്രാക്ട് ചെയ്യാം. 2xൻ്റെ പാർട്ട് ക്യാൻസലായിപ്പോൾ 3y മൈനസ് 2y എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 31 മൈനസ് 26, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. y will be equal to 5 centimeter. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13, എക്സ് പ്ലസ് 5 ഈക്വൽ ടു 13. വാട്ട് വിൽ ബി എക്സ്? എക്സ് വിൽ ബി 8 centimeter. So the length of first rectangle is 8 centimeter. Breadth of the first rectangle will be equal to 5 centimeter. Check ചെയ്യാം. Perimeter of the first rectangle 2 into 8 plus 5, that is equal to 2 into 13, that will be equal to 26 centimeter. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.